പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞ് സന്താപമെങ്ങും നിറഞ്ഞ് ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടെൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങൾക്കിടം ചെന്നൊരുക്കാൻ പോകുന്നു ഞാനങ്ങു വിണ്ണിൽ. വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിണ്ണിലേറ്റാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു ജീവൻ, ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. മറ്റുള്ള മാർഗങ്ങളൊന്നും സ്വർഗത്തു ചെന്നെത്തുകില്ല. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു.
കഴിഞ്ഞാൽ കാണില്ല വീണ്ടെന്നെ ലോകം. നിങ്ങളോ കണ്ടിടും നമ്മൾ ജീവിച്ചിരിക്കുന്നുവല്ലോ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. പെട്ടെന്നനാഥരായി ഭൂവിൽ നിങ്ങളെ ഞാൻ കൈവിടില്ല. വീണ്ടും വരുന്നിതാ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നു. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിത്യമെൻ നിർദ്ദേശമെല്ലാം കൃത്യമായി കാക്കുന്നു മർത്യൻ. സമ്മോദമെന്നിൽ വിതയ്ക്കും, സംപ്രീതി എന്നിൽ വളർത്തും. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നൽകുന്നു ഞാൻ നവ്യശാന്തി, പാരിൽ കുരുക്കാത്ത ശാന്തി. നിങ്ങൾക്കു ഞാനേകിടുന്നു സംഭൂതമെൻ ദിവ്യശാന്തി. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നതോർത്തോർത്തു നിങ്ങൾ കീഴേണ്ട ചെന്നിൻ പിതാവിൽ ചേരുന്നതാണെന്റെ മോദം. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു.
പിതാവെന്ന പോലെ സ്നേഹിച്ചു നിങ്ങളെ ഞാനും. നിങ്ങളെൻ സൗഭാഗ്യമേറും സ്നേഹത്തിലെന്നും വസിപ്പിൻ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങളെ ലോകം വെറുത്താൽ, നിന്നരം കൊണ്ടേ നിറച്ചാൽ, എന്നെയാണാ ലോകമാദ്യം നന്നേ വെറുത്തതെന്നോർക്കിൻ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. തടം നീറും പ്രലപിച്ചു കണ്ണുകൾ താഴും. ഒരു നാളിലെല്ലാം നിലയ്ക്കും പരിശോഭ നിങ്ങൾ കുതിക്കും. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. താതനെ വിട്ടു ഞാൻ വന്നു, ലോകത്തിലേക്കു ഞാൻ വന്നു. പോകുന്നു ഞാനിതാ വീണ്ടും താതനിൽ ചെന്നങ്ങു ചേരാൻ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. പരമാത്മസുഖം പോലെ ഏതു സുഖം പാലിൽ. രാജപ്രതാപമോ ജഡസുഖഭ്രാന്തിയോ മാനസോല്ലാസമോ ആത്മീയനെന്തിന്
സുഖഭ്രാന്തിയോ മാനസോല്ലാസമോ ആത്മീയ നിന്ദിന്ന് കുഞ്ഞു തന്തമ്മയിൽ മാവിൽ വസിക്കുമ്പോൾ യേശുവിൻ മാവിലാണാത്മീയ ജീവിതം. താലോലഗാനങ്ങൾ അമ്മ ചൊല്ലും പോലെ ആത്മീയക്കാനന്ദം യേശുവിൻ വാത്സല്യം. കട്ടിലുമേത്തയും ചാലും തലയില സൗരഭ്യം തൂകുന്ന വാസന പൂക്കളും ചൂടുകുളിർമയും ശോഭന കാഴ്ചയും ഏകന്നാമൂടിയും യേശുവിൻ വാത്സല്യം. ഏകാന്ത ജീവിത വരപ്രഭാലബ്ധനായി കൈകൾ തലയ്ക്കുവൽ ചുറങ്ങുമാ സാധുവിൻ ശയ്യയിൽ ദൃശ്യനായി വേറാരുമില്ലെന്നാൽ കോടാനു കോടികൾ അദൃശ്യരങ്ങുണ്ടല്ലോ. പൈസയൊന്നും കീശയ്ക്കുള്ളിൽ സമ്പാദ്യമായി വേണ്ടെന്നുറച്ചവൻ യേശുവെ പോൽ ധന്യൻ. കീർത്തി സമ്പാദ്യമോ പണം വെട്ടി നേടയോ വസ്തുസ്ഥാനാദിയോ ആത്മീയ നിന്ദിന്ന് പച്ചിലവർഗമോ പാകമാക്കായ്കളോ പച്ചവെള്ളം താനോ പാചകാഹാരമോ ഇച്ഛയൊന്നും തീണ്ടാതാത്മീയരാസ്വദിച്ചിടുമ്പോളേ തന്റെ ആനന്ദം തൂകുന്നു. മുട്ടിൽ വണങ്ങിയോ പാദത്തിൽ നിന്നിട്ടോ ദണ്ഡ നമസ്കാരം സാഷ്ടാംഗമായിട്ടോ പരമാത്മജ്ഞാനത്തിൽ നിഷ്ഠയുറച്ചവൻ ചെയ്യുമാരാധന എന്തു മഹാനന്ദം. പുസ്തകത്തിൻ മേലോർ പുസ്തകമായതിൽ സത്യവേദവാക്യം വായിച്ചും ധ്യാനിച്ചും വിശ്വാസം ആശയ്ക്കും സ്നേഹജീവാവിക്കും സംതൃപ്തി പ്രാപിക്കും നാളിൽ നാളിൽ ഭക്തൻ. നന്മ ചെയ്യുവാനോടി നാടെങ്ങും ജീവിതം നന്മയ്ക്കായി താൻ ചെയ്തു യേശുവിൻ കാരുണ്യം. ആർദ്രമായുള്ളത്തിൽ ദൈനംദിനം ജ്വലിച്ചായവൻ പോൽ ജീവിച്ചിടുന്നോർക്കാനന്ദം. നമുക്ക് ഏവർക്കും ചേർന്ന് ഈശോയെ ഓഫീസ് സമർപ്പിക്കാം. കരുണയുടെ കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകർത്തിക്കും മഹിമയോടന്തിമ വിധിനാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല
സ്ഥാപകമല്ലോ കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദൈവാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിലനിൽക്കുന്ന അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുജർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ. മൃതരെല്ലാരും ഇന്നി വിളങ്ങും മദനമോടുണരാൻ വരമരുടേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും ഗാഹളനാദം പൂജിതമല്ലോ. തിരുസഭയുടെ ഔദ്യോഗികമായ നാമത്തിൽ കലക്ടന്മാരുടെയും യോഗ്യതയോടുകൂടി ചേർത്തുകൊണ്ട് അതിഥിയായി വിശ്വാസിയായുടെ എല്ലാവിധ യോഗ്യതകൾക്കും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എളിയ പ്രാർത്ഥനകൾ വിധവേഷ സമർപ്പിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള അതിനെ പരിമളങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ സഹോദരിക്ക് ആവശ്യമായ രീതിയിൽ അവളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് പ്രാർത്ഥനകളിൽ അവസാനിപ്പിക്കാം. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായി നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവകന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടങ്ങൾ നമ്മൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ നീ സ്ഥിതിമാകപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരി ക്രിസ്ത്യാനിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വർഷിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിതമൊരു നിഴൽ പോലെ
ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്ക് വരമിന്നരുളേണം. ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മധ്യത പുലരുന്നു. ജയമുള്ളോനക്ഷയനാകും.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗം നൽകണമേ. നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർത്തിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ കിടക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്നെ മകളെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവിനുള്ള അധികാരം അവനെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്ക് എല്ലാവർക്കും മറ്റാത്ര ഭക്തിയോട് ഇവിടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തേയും മിശിഹായെ നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുത്തായി നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മാത്രത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതുമായ മിശിഹായെ നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങളും അയച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആകാശത്തിലും ഭൂമിയിലും സുദർശനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാർ
ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയോടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാന്തത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്ര
യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ആകസ്മികമായ ദേഹവിയോഗത്തിൽ ദുഃഖിച്ചുകൊണ്ട് എന്നാൽ ആ ദുഃഖത്തെ സന്തോഷമാക്കി പകർത്തുവാൻ ശ്രമിച്ചുകൊണ്ട് നിത്യസൗഭാഗ്യത്തിലേക്ക് കടന്നുപോകുന്ന ഈ സഹോദരിക്ക് അന്ത്യോപചാരം അർപ്പിക്കുവാനാണ് നാം ഏവരും ഇവിടെ എത്തിയിരിക്കുക. ഈ സന്ദർഭത്തിൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല അയൽക്കാർക്കും നാട്ടുകാരുടെ ഏവർക്കും ദുഃഖം നൽകിക്കൊണ്ടാണ് ഈ സഹോദരി കടന്നു പോവുക. കാരണം അവരുടെ ജീവിതം അത്രയും നല്ലതായിരുന്നു. മുഖവരിയായി ഞാനത് പറഞ്ഞുവെങ്കിലും ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക്, പ്രത്യേകിച്ച് സനിക്കും കൊച്ചനും സഹോദരിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാതാപിതാക്കൾക്ക്, പേരന്മാര്, പേരന്മാര്, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവർക്കെല്ലാം ഈ ഇടവക സമൂഹത്തിൻ്റെ പൊതുവായ നാമത്തിലും ബഹുമാനപ്പെട്ട വിചാരിച്ച നാമത്തിലും എന്നതിലുപരിയായി ഞങ്ങളുടെ 19ാം വാർഡ് ഞങ്ങളുടെ വാർഡ് പ്രത്യേകമായിട്ടുള്ള അനുശോചനം അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ നമുക്കത്ര സന്തോഷമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും അല്പം പുറകിലേക്ക് നിങ്ങൾ ചെല്ലുക ഞാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങളൊരു വാർഡ് ഞാൻ വാക്ക് പറഞ്ഞല്ലോ, അത് ശരിയാണ്. എൻ്റെ വീട് എൻ്റെ തൊട്ടടുത്തുള്ള പ്രായക്കാരി തന്നെയായിരുന്നു ദസ്യാമിയും കുടുംബവും. അത് ദസ്യാമിയുടെ അധ്യക്ഷനും അമ്മച്ചിയും സഹോദരിമാരും ജീവിച്ചത് കുടുംബം. പെട്ടൂർ എവിടെ പോകുമ്പോൾ കിഴക്കുന്നേര് പാപ്പച്ചാറിൻ്റെ വീട് അന്നുണ്ടായ പറയുകയാണ്. പിന്നെ പുലിവേലിൻ്റെ വീട്, പിന്നെ നേരത്തെ വീട് വേങ്ങശ്ശേരി, പിന്നെ കണ്ണങ്കര, വാഴക്കാട്ട്, ഇപ്പുറത്തിറങ്ങിയാൽ നേരത്തെ താഴെ കുറിച്ചായിട്ടുണ്ട്
നാനാജാതി മതസ്ഥരായ ധാരാളം ആളുകളുണ്ട്. അവരെ എല്ലാം കൂട്ടിയായിട്ടുള്ള ഒരു കൂട്ടായ്മ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തരുന്നു എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, കത്തോലിക്കർ മാത്രമല്ല, പഴയ ഇടവക്കാർ മാത്രമല്ല, പുത്തമ്പുഴ ഇടവക്കാർ മാത്രമല്ല, നാനാജാതി മതസ്ഥർ, അമ്പലത്തിൽ പോകുന്നവരും മറ്റ് പൂജകൾ സംബന്ധിക്കുന്നവരുമായ ഹൈന്ദവ സഹോദരങ്ങളും എല്ലാം ചേർന്നുള്ള ഒരു നല്ല അയൽബന്ധത്തിൻ്റെ ചരിത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. എൻ്റെ ഓർമ്മ ഇന്ന് പോകുന്നത് അങ്ങോട്ടാണ്. ഞാൻ കുട്ടിക്കാലത്ത് ചെറുപ്പമായിരുന്ന കാലത്ത് ക്രിസ്ത്യാന ഒരു കൊച്ചു കുഞ്ഞു മാത്രമാണ്. ഞങ്ങളുടെ കൂട്ടായ്മയുടെ നല്ല പ്രകടനം പലപ്പോഴും ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരു സഹോദരനോട് പറയുകയായിരുന്നു, പെസഹ വരുമ്പോൾ പെസഹ അപ്പം മുറിക്കുന്നതിന് വേണ്ടി കാരണവന്മാർ, കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണവർ അപ്പം മുറിക്ക് മക്കൾക്ക് കൊടുക്കും. അതിനുശേഷം അയൽപക്കത്തെ വീടുകളിലേക്ക് പോവുക, പാല് വാങ്ങിക്കുക, അവിടെയും പാലും അല്ലെങ്കിൽ അപ്പവും ഒരു കഷ്ണം അപ്പം എടുത്ത് പാലും കുടിച്ച് അല്പസമയം പാല് വാങ്ങിച്ചിട്ട് അയൽ വീടുകളിലേക്ക് പോവുക. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന ഒരു കൂട്ടായ്മയുടെ നല്ല പ്രകടനം ഉണ്ടായിരുന്നു. അതുപോലെ ഓണക്കാലത്താണെങ്കിലും ഹൈന്ദവരും ക്രിസ്ത്യാനികളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൻ്റെതായിട്ടുള്ള അഭിനന്ദനങ്ങൾ കൈമാറുകയും അതുപോലെ വിഷു, ഈസ്റ്റർ തുടങ്ങിയ സന്ദർഭങ്ങളിലല്ല അങ്ങനെ ഒരു നല്ല കൂട്ടായ്മ നമുക്ക് പറയാനുണ്ടായിരിക്കും, പുതുമയായിട്ടും പറയുകയെങ്കിലും ഞാൻ അനുഭവിച്ചതാണ് ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു സത്യമാണ്. ഇങ്ങനെയുള്ള ഈ കൂട്ടായ്മയുടെ ഭദ്രമായ സ്ഥാനങ്ങൾ പ്രാപിക്കുമ്പോൾ അതിൽ ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള ഒരു കൊച്ചു കുഞ്ഞു മാത്രമായിരുന്നു ഇന്നത്തെ ക്രിസ്ത്യാന വളർന്നു വരികയായി. സാധാരണ വിവാഹപ്രായമാകുമ്പോൾ പെണ്ണുങ്ങളെ കെട്ടിച്ചെങ്ങനെ വിടുന്നതിനാണ് കാരണം എന്ന് നോക്കുക. പക്ഷേ ക്രിസ്ത്യാന പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കെട്ടിച്ച് വിടണ്ട, എന്നെ കെട്ടാൻ യോഗ്യതയുള്ളത് ഇങ്ങോട്ട് താല്പര്യം പറഞ്ഞു. യോഗ്യതയുള്ളവർ വന്നു. അതായിരുന്നു മത്തായി. ആ മത്തായിയുടെ വിവാഹം, മത്തായി ക്രിസ്ത്യാന വിവാഹം കഴിച്ചു. ആ ദാമ്പത്യ കഥയിൽ 4 കുഞ്ഞുങ്ങൾ നമ്മുടെ സജിയും കൊച്ചനിയനും സഹോദരന്മാരും. അങ്ങനെ ആ കുടുംബം സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഹൈസ്കൂളിൽ ഒരു സാഹചര്യമുണ്ടായി. സജോളികൾക്ക് കഴിവ് വന്നു, അപേക്ഷ ക്രിസ്ത്യാനികൾ കിട്ടി. അങ്ങനെ സ്കൂളിലെ ഒരു ജീവനക്കാരിയായി മാറുവാൻ ആ സ്കൂളിൻ്റെ മഹത്തായ പാരമ്പര്യം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോടുകൂടി ചേർന്ന് ജീവിക്കേണ്ട ഒരു കണ്ണിയായി ഞാൻ മാറിയിരിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും പ്രേമികയായ അപ്രബോധത്തോടെ ജീവിക്കുന്ന ഒരു നല്ല സുഹൃത്തായിട്ട്, ഒരു നല്ല കൂട്ടുകാരിയായിട്ട്, അല്ലെങ്കിൽ നല്ല ഒരു സ്കൂൾ അംഗമായിട്ട് ജീവിക്കുവാൻ ക്രിസ്ത്യാനിക്ക് സാധിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലുള്ള കാലഘട്ടത്തിൽ നോക്കിയാൽ വളരെ സിൻസിയർ, ഇന്നസെൻ്റ് ആയിട്ടുള്ള ജീവിതമായിരുന്നു. ഞാനത് ഇന്നസെൻ്റ് ആയ ക്രിസ്ത്യാനി പറയുകയാണ്. സ്കൂളിൻ്റെ സാഹചര്യത്തിൽ കടന്നു വന്നപ്പോൾ എനിക്ക് വലിയ ഞാൻ സെമിനാരിൽ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കി വളരെ അപ്രബോധത്തോടുകൂടി ജോലി ചെയ്തിരുന്ന ഒരു നല്ല ജീവനക്കാരിയാണ്. അധ്യാപകർക്കും കുട്ടികൾക്കും പ്രവർത്തകർക്കുമെല്ലാം ഏറ്റവും പ്രിയങ്കരായിട്ട് അപ്രബോധത്തോടുകൂടി സേവനത്തിൻ്റെ മാതൃക അവശേഷിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ക്രിസ്ത്യാനോ ദീർഘമായ കാലമായി വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ പ്രിയമൻ വേർതിരിൽ പോയി അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ ദുഃഖമുണ്ടാക്കിയെങ്കിലും മക്കൾ അതുമായി കഴിഞ്ഞിരുന്നു. ആ ദുഃഖത്തെ മാറ്റിമറിക്കുവാൻ മക്കൾക്ക് സാധിച്ചു. അങ്ങനെ സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയുമായ ഒരു കൂട്ടായ്മ വീട്ടിൽ തുറന്നുകൊണ്ട് അങ്ങനെ നല്ലൊരു ജീവിതത്തിൻ്റെ ഉടമയായി ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ക്രിസ്ത്യാനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ചില രോഗങ്ങൾ ഉണ്ടായിരിക്കാൻ പെട്ടെന്ന് ആകസ്മികമായിട്ട് 2 ദിവസം മുമ്പ് അവൾ വേർപിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതൊരു രോഗശൈലിയിൽ കടന്നു വന്നല്ലാത്തതുകൊണ്ട് എല്ലാവരും ലഭിച്ചുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാന കടന്നു പോകുന്നത്. എങ്കിലും നമുക്കറിയാം ഇന്ന് അവൾ വളരെ വിജയസാധ്യതയായിട്ട് നിത്യപിതാവിൻ്റെ സ്വന്തത്തിലേക്ക് പോവുകയാണ്. ചെറുപ്പത്തിലുണ്ടായിരുന്ന സിംപ്ലിസിറ്റി ആൻഡ് സിൻസിയറിറ്റി, പിന്നെ ഉണ്ടായിരുന്ന ഡെഡിക്കേഷൻ, തൻ്റെ പ്രവൃത്തിയോടുണ്ടായിരുന്ന ഡെഡിക്കേഷൻ, ആ സ്ഥാപനത്തോട്, സ്കൂളിനോട്, നാടിനോടുള്ള ഡെഡിക്കേഷൻ, അതുപോലെ സ്വന്തം ഭർത്താവിനോട്, കുടുംബത്തിനോടുള്ള ഡെഡിക്കേഷൻ, അതിൽ സമർപ്പണ ബോധം അയൽക്കാരിലേക്ക് വീണ്ടും പറയുകയാണ്. ആ ഇടവക കൂട്ടായ്മ മാത്രമല്ല, ആ പ്രദേശത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് അവിടെ നിന്ന് നിലനിർത്തുന്ന ഒരു താരമായിരുന്നു. അങ്ങനെ എല്ലാവരും പ്രിയപ്പെട്ടവരായിട്ട് അർപ്പണബോധത്തോടെ ഒരു കുടുംബിനിയായിട്ട്, മാതാവായിട്ട്, അല്ലെങ്കിൽ നല്ല അയൽക്കാരിയായിട്ട് സമൂഹത്തിൽ ജീവിക്കുവാൻ സജീവമായ ഒരു അംഗമായി തീരുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ആ സ്ത്രീയത്വത്തിൻ്റെ വലിയൊരു ഘട്ടം തന്നെയാണ്. അങ്ങനെ സിൻസിയറിറ്റി ആൻഡ് ഡെഡിക്കേഷൻ എന്നുള്ളതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പറയുകയാണ്, അവ വിജയിച്ച് the crowd, she won the crown of righteousness.
അതായത് വിജയത്തിന്റെ കിരീടം, നന്മയുടെ ആ കിരീടം ഇന്ന് അവൻ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുവാനായിട്ട് അവിടെ കടന്നു പോവുകയാണ്. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ വാഴിക്കലേക്ക് വന്നപ്പോൾ പാടുകയായി. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനെ തുടങ്ങിക്കൊടുത്തു. എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എൻ്റെ സഹോദരനെ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പാടുന്ന ഇതാണ്: ഇവിടെ വാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി വലിയ വസതി. എനിക്ക് ഇതുവരെ വസതി നൽകി വസതി നൽകി അല്ലെങ്കിൽ അഭയം നൽകിയ എൻ്റെ വീടിനോട് ഞാൻ യാത്ര പറയുകയാണ്. കാരണം എനിക്ക് യാത്ര പറയാതിരിക്കാൻ സാധ്യമല്ല. നീ ഇത് നശ്വരമാണ്, ഇത് അവസാനിക്കുന്ന ഒന്നാണ്. എന്നാൽ എനിക്ക് അനശ്വരമായ പകരമുണ്ട്, അതിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. അതെന്താണ്? പരിശുദ്ധന്മാർ പരമാനന്ദ നുകരുമിടത്തിൽ പോകുന്നു ഞാൻ പോലെ. പരിശുദ്ധന്മാർ പരമാനന്ദം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഭർത്താവും മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അതുപോലെ ഇടവയിൽപ്പെട്ടവരും നാട്ടിൽപ്പെട്ടവരും നമ്മയാണെങ്കിലും എല്ലാം സ്വർഗത്തിലെത്തിക്കൊണ്ട് പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധന്മാരുടെ ദൈവത്തെയും പാണിപ്പെടുത്തിക്കൊണ്ട് സകല സർവവാസികളോട് കൂടി ചേർന്നുകൊണ്ട് സകല മാതാക്കന്മാരോട് കൂടി ചേർന്നുകൊണ്ട് ആനന്ദം അനുഭവിക്കുന്ന സൗഭാഗ്യത്തിൻ്റെതായ നാടിലേക്ക്, അതായത് ശാശ്വതമായ ഭവനത്തിലേക്ക്, അങ്ങനെ പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുന്ന ആസ്വദിക്കുന്ന ആ ഇടത്തിലേക്ക് ഞാൻ പോവുകയാണ്. നിങ്ങൾക്കറിയേണ്ട, എനിക്ക് യാത്രയിൽ ഞാൻ പോകട്ടെ എന്ന് മനോഹരമായിരിക്കുന്ന പദങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇന്ന് പാടുന്നത് ഏതോ അവസരങ്ങളൊക്കെ പാടുന്നുണ്ട്, അർത്ഥം അറിയാതെ ഞാൻ തട്ടിവിടുകയാണ്. ഇരുന്ന് ചിന്തിക്കണം. ഇതാ ദൃശ്യം നമ്മളെ ഒന്നുകൂടി ചിന്തിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഈ സഹോദരിയെ സംബന്ധിച്ച് ഈ അമ്മയ്ക്ക് അല്ലെങ്കിൽ മരിച്ചവരുടെ കാര്യം പറയുന്നില്ല, ഈ അമ്മയ്ക്ക് മക്കളെ സംബന്ധിച്ച് എന്താണ് ഇത് കൂടുതലായിട്ട് വേണ്ടത്? അല്ലെങ്കിൽ അയൽക്കാരായി ഞങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല അയൽക്കാരി ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് പോയിക്കൊണ്ട് ഞങ്ങൾക്ക് ആദ്യം മുതലേ കൈമാറികൾ സാധിച്ചിരുന്ന കൂട്ടായ്മയുടെ കൂട്ടുകുടുംബത്തിൻ്റെതായിട്ടുള്ള ആ നല്ല അനുഭവത്തിലൂടെ അവർ ഞങ്ങളെ ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞ് അനുഗ്രഹിക്കും. നാനാജാതി മതസ്ഥരിലേക്ക്, പ്രത്യേകിച്ച് ഈ ഇടവകയിലേക്ക്, ഞങ്ങളുടെ ആ പ്രദേശത്തേക്ക് അനുഗ്രഹ വർഷം സ്വർഗത്തിൽ നിന്ന് ചൊരിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് സ്നേഹമുള്ള, അത്ര സിൻസിയറായ, അത്ര ഡെഡിക്കേറ്റഡായ ഒരു ജീവിതത്തിന് ഉടമയായിട്ട് അവർ സ്വർഗത്തിലേക്ക് പാട്ടും പാടി പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ആനന്ദിക്കാൻ, ഈ സഹോദരിക്ക് യാത്രയ്ക്ക് നൽകാം. എങ്കിലും ദുഃഖം കടിച്ചമർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ എല്ലാവരുടെ നാമത്തിൽ കൂടി അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ശബ്ദമുയർത്തുമ്പോൾ നല്ല
വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനങ്ങളുടെ ശരീരങ്ങളെ മഹത്വമണിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനുമായ സർവേശ്വര ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസാവഴിയെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രദാശങ്ങളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയപാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, നാം വിശ്വസിക്കുകയും മരണവിധേയരാകുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിമിഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആളെ ആശ്വസിപ്പിക്കണമേ. ഞാൻ മണ്ണിനേക്കാൾ ഭംഗിയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം നിന്റെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശകൾ അതിനിർവീകത്തിന്റെ ന്യാസനത്തിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ല വരുത്തുപോലും പാകേ. ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മതനായുസ്സും. അവരാനന്റെ കീർത്തനങ്ങൾ പാടും ബലരാമരുടെ പാപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഭാവപുത്രൻ രൂപായേ പ്രധാനാമിന്ന് കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലേക്കുവാമേ സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ. ഞങ്ങളുടെ
മർത്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഹമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവിൻ ദാസീവിധി നാട് കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്നലമറിയമണിഞ്ഞൊരുവൻ മഹിമാതുതിയോടെ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമാതുതിയോടെ നിർമ്മലചരിതകളാം സാറായേലീശോ മാർത്തയോടും കൂടെ കടശിയലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവകിലേശൻ. സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമാതുതിയോടെ ഹൃദയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം മരുമല്ലോ മരണമുറക്കം സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമാതുതിയോടെ മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. ജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചു കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാട്ടുകളിൽ നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനെ ഏർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാകുന്ന വാർത്തത്തേക്ക് ഈ ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നാം നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലേക്ക് ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ ആളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ,
ജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാ